നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി നടേശനെതിരെ CPI അതിരൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വരുന്നുണ്ട്. ഒരു LDFിലെ CPIയും CPMനെയും രണ്ട് തട്ടിലാക്കുന്ന ഒരു പ്രശ്നമായി വെള്ളാപ്പള്ളി മാറുന്നുണ്ട്. അതിനിടയിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് മുതിർന്ന BJP നേതാവ് പ്രകാശ് ജാവേക്കർ. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ വലിയ രീതിയിൽ വിവാദമാകുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന പോലെ തന്നെ സമീപകാലത്ത് പോലും അദ്ദേഹത്തിന് പല പരാമർശങ്ങൾ പോലും വലിയ രീതിയിലുള്ള ഒരു വർഗീയത പടർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളായി മാറിയിരുന്നു. അതിനിടെയാണ് പ്രകാശ് ജാവേക്കർ കണിച്ചിക്കുളങ്ങരയിലെ വീട്ടിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ടത്. ഉച്ചവരെ വെള്ളാപ്പള്ളി നടേശനൊപ്പം ജാവേക്കർ ചിലവഴിക്കുമെന്നാണ് വിവരം. BJP സംസ്ഥാന ജില്ലാ നേതാക്കളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്താണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം, എന്തൊക്കെയാണ് ചർച്ചയാകുന്നത്, ഒരു വ്യക്തതയുമില്ല. മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നിരന്തരമായി ഉയർത്തുന്ന വർഗീയ പരാമർശങ്ങൾ ഇത് വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. എന്തിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളിയെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പങ്കെടുക്കാനെത്തവേ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് അത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായി മാറി എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുകളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന തരത്തിലാണ് മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് CPI എപ്പോഴും വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളടക്കം വെള്ളാപ്പള്ളിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിരോധം അത് തീർക്കാൻ BJP ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗത്തിൽ തീരുമാനിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ ഭരണത്തിലിരുന്നപ്പോൾ ലീഗ് സാമൂഹിക നീതി നടപ്പാക്കിയോ എന്ന് ആത്മപരിശോധന നടത്താൻ വെല്ലുവിളിക്കുകയാണ് എന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വർഗീയ പരാമർശം. മലപ്പുറത്ത് ഒരു അൺഎയ്ഡഡ് കോളേജാണ് SNDPക്ക് ഉള്ളതെന്നും എന്നാൽ ലീഗുകാർക്ക് 48 അൺഎയ്ഡഡ് കോളേജുകളും 17 എയ്ഡഡ് കോളേജുകളും ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കണ്ണൂർ ഓരോ സമുദായത്തിനും എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടിയെന്ന് വ്യക്തമാക്കി സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി ആവശ്യപ്പെടുകയുണ്ടായി. കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ധവളപത്രം ഇറക്കിയാൽ ഓരോ സമുദായത്തിനും എത്ര സ്ഥാപനങ്ങളാണ് കിട്ടിയത്, എത്രയാണ് കിട്ടേണ്ടത് എന്ന കാര്യം വ്യക്തമാകും. മതരാഷ്ട്രീയ നേതാക്കന്മാർ ചേരിതിരിവല്ല ഉണ്ടാക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. സമുദായത്തെ ഒന്നിപ്പിക്കുകയാണ് നേതാക്കന്മാർ ചെയ്യേണ്ടത്. തങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഘടകകക്ഷിയല്ല. എന്നാൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഒരു സമസ്തകളും ഒന്നാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നതിലൂടെ ഇരു സമസ്തകളും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ അധികാരമില്ല. പ്രശ്നങ്ങൾ തീർക്കേണ്ടത് പണ്ഡിതന്മാരാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഭരണം കിട്ടിയാൽ മാറാട് കലാപം നടത്താൻ ലീഗ് നോക്കുന്നു എന്നതടക്കമുള്ള വിവാദ പരാമർശമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മലപ്പുറത്ത് സ്കൂളുകളും കോളേജുകളുമില്ല. താൻ പറയുന്ന സത്യമാണ്. എന്നെ വേട്ടയാടുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലെന്ന് താൻ പറഞ്ഞപ്പോൾ കാന്തപുരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് കാന്തപുരം. അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് മുസ്ലിം ലീഗിന് 48 അൺഎയ്ഡഡ് കോളേജുകളുണ്ട്. എന്നാൽ ഞങ്ങൾക്കൊരു കോളേജ് മാത്രമാണുള്ളതെന്നും മുസ്ലിം സമുദായത്തിൽ മൊത്തമായി ഈഴവ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മതവിദ്വേഷം സ്ഥാപിച്ച് മതസൗഹാർദ്ദം ഇല്ലാതാക്കി മതകലഹങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമാണ് ലീഗ് നടത്തുന്നതെന്നും അടുത്ത ഭരണം കിട്ടിയാൽ ഇനി ഒരു മാറാട് കലാപം നടത്തണമെന്ന ദുഷ്ടലാക്കാണ് ലീഗിനുള്ളതെന്നും പുൽപ്പള്ളിയിൽ 25 ഏക്കർ സ്ഥലമുണ്ട്. ഓരോ വർഷവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി അപേക്ഷ നൽകും, എന്നാൽ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.